റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് ചാനൽ ചർച്ച നടത്തുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഡോക്ടർ അരുൺകുമാറും സ്മൃതി പരുത്തിക്കാടും. അരുൺകുമാറിന്റെ രാഷ്ട്രീയം നമുക്കറിയാം. നമ്മൾ കരുതുന്നത് പോലെ ഇടതുപക്ഷ രാഷ്ട്രീയമായിരിക്കും. അദ്ദേഹം അവതരിപ്പിക്കുന്ന പരിപാടിയായ മീറ്റ് ദി എഡിറ്റേഴ്സിൽ അദ്ദേഹം ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് വസ്തുതകൾ സംസാരിക്കുന്നതും നമുക്ക് കാണാനാകും. സ്വാഭാവികമായും സ്മൃതി പരുത്തിക്കാട് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുമ്പോൾ മറ്റൊരു എഡിറ്ററായ സുജയ പാർവതി BJPക്ക് വേണ്ടിയും സംസാരിക്കുന്നു. അതേസമയം ചാനൽ ചർച്ചകൾ നടത്തുമ്പോൾ ഈ പറയുന്ന അരുൺകുമാറും സ്മൃതി പരുത്തിക്കാടും നയിക്കുന്ന ചർച്ചകൾ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാകും. അരുൺകുമാർ ഒരു നിഷ്പക്ഷ നിലപാടിൽ നിന്നുകൊണ്ട് മാത്രമാണ് ചർച്ചകൾ നടത്തുന്നത് എന്ന്. ഞാൻ പറയുന്നത് ചാനൽ ചർച്ചകളുടെ കാര്യമാണ്, മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയുടെ കാര്യമല്ല. പറയാനുള്ളവർക്ക് പറയാനുള്ള അവസരം നൽകിക്കൊണ്ട് കൃത്യമായ ഒരു അവതരണ രീതി തന്നെയാണ് അരുൺകുമാർ പിന്തുടരുന്നത്. കാരണം ഇതുവരെ അദ്ദേഹം ചർച്ചയിൽ പക്ഷാഭേദം കാണിച്ചു എന്ന് പറഞ്ഞ് ആരും പരാതിപ്പെടുന്നതും കണ്ടിട്ടില്ല. എന്നാൽ സ്മൃതി പരുത്തിക്കാട് നയിക്കുന്ന ചർച്ചകൾ എത്തുമ്പോൾ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. കോൺഗ്രസുകാർക്ക് വേണ്ടി വീറോടെ വാദിക്കുന്ന സ്മൃതി BJPക്കാർക്ക് പോലും സംസാരിക്കുവാനുള്ള അവസരം കൊടുത്താലും പലപ്പോഴും ഇടതുപക്ഷക്കാർക്ക്, പ്രത്യേകിച്ചും CPMക്കാർക്ക് സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. റിപ്പോർട്ടർ TVയുടെ കാര്യമെടുത്താൽ ചാനൽ ചർച്ചകൾ സംബന്ധിച്ചുള്ള പരാതികളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിട്ടുള്ളത് സ്മൃതി പരുത്തിക്കാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് ഉയർത്തിയിട്ടുള്ളത് CPMകാരുമാണ്. സ്മൃതി പരുത്തിക്കാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ചർച്ചയായിരുന്നു ഒരാഴ്ച മുൻപ് വസീഫുമായി നടന്നത്. അന്ന് സ്മൃതിയുടെ ഇടപെടലിൽ പ്രകോപിതനായി വസീഫ് ചർച്ചയിൽ പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് സ്മൃതിയുടെ ചർച്ചകളിൽ CPM പ്രതിനിധികൾ പങ്കെടുക്കേണ്ട എന്ന് CPM അനൗദ്യോഗികമായി തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്മൃതി നയിക്കുന്ന റിപ്പോർട്ടർ TVയിലെ ചർച്ചകളിൽ CPM പാർട്ടിയുടെ ഔദ്യോഗിക പ്രതിനിധികൾ പങ്കെടുക്കാറില്ല. CPM പ്രതിനിധികൾ പങ്കെടുത്തില്ലെങ്കിലും ചർച്ച നടക്കണമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തുന്നത് CPM സഹയാത്രികരാണ്. അല്ല, ഒരർത്ഥത്തിൽ അതാണ് നല്ലത്. ഒരു CPM പാർട്ടി മെമ്പറോളം പാർട്ടിയുടെ ആത്മാർത്ഥത കാണില്ല ഒരുപക്ഷെ ഇടതുപക്ഷ സഹയാത്രികന്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ വാദങ്ങൾ ഉന്നയിച്ചാൽ അവർ മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് തടസ്സപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാം. സ്മൃതിയെ സംബന്ധിച്ച് ഔദ്യോഗിക ഇടതുപക്ഷ പ്രതിനിധിയേക്കാൾ ഏതെങ്കിലും ഇടതുപക്ഷ സഹയാത്രികൻ വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സ്മൃതി പരുത്തിക്കാട് നയിച്ച ചർച്ചയിൽ ഇടതുപക്ഷ സഹയാത്രികനായി പങ്കെടുക്കാനെത്തിയത് അഡ്വക്കേറ്റ് ലാൽകുമാർ ആയിരുന്നു. പക്ഷേ അവിടെ കാണാൻ കഴിഞ്ഞത് മറ്റൊരു കാഴ്ചയാണ്. ഈ പൊള്ളുന്ന വാക്കുകൾ കേൾക്കേണ്ടി വരുമ്പോൾ ചർച്ചയ്ക്കിടയിൽ അവതാരകർക്ക് ഇടവേള എടുക്കാമെന്ന് ഒരിക്കൽ കൂടി കാണിച്ചു തന്ന ഒരു ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. കേരളത്തിൽ ഒരു CPM നേതാവും ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റും ഇതുവരെ പറഞ്ഞിട്ടില്ല. ആരാണ് ഇതുവരെ ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്? ഞാൻ കണ്ടിട്ടില്ല. അതേ സ്ഥാനത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും പറയേണ്ടത് ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം എന്താണെന്ന്, ജമാഅത്തെ ഇസ്ലാമി എന്താണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നോക്കൂ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ഈ പറയുന്ന പാണക്കാട്ടിൽ നിന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ കണ്ടു. അതെങ്ങനെ അങ്ങനെ വരിക? നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം വേണ്ടേ? നിർബന്ധമായും വേണം. സമാധാനമായി ജീവിക്കണ്ടേ? അവരെ പ്രൊട്ടക്ട് ചെയ്യപ്പെടണ്ടേ എന്നുള്ള ചോദ്യത്തിന് വേണം എന്ന് തന്നെയാണ്. അതിന് CPM ഉൾപ്പെടെയുള്ള ആൾക്കാർ മുന്നിലിട്ട് ഇറങ്ങി നിൽക്കണം. അതേ സ്ഥാനത്ത് അതൊരു രാഷ്ട്രീയ കക്ഷിയായി മാറുമ്പം RSS സംഘപരിവാർ രാഷ്ട്രീയം പോലെ തന്നെയുള്ള രാഷ്ട്രീയമാണ്. അത് മതരാഷ്ട്രവാദമാണ്. ആ രാഷ്ട്രവാദം എതിർക്കപ്പെടേണ്ടതാണ്. അവർ മുസ്ലിം ലീഗിൽ പിടിമുറുക്കി എന്നുള്ള, മുസ്ലിം ലീഗിനകത്ത് പിടിമുറുക്കി എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് ഇടപെട്ട് ആര് ശബ്ദം കേൾക്കുന്നു. നോക്കൂ, പാണക്കാട്ട് തങ്ങളുടെ വീട്ടിൽ നിന്നാണ് വെൽഫെയർ പാർട്ടികളുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. എവിടെ ശബ്ദം വന്നു, സോറി. പാണക്കാട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പാണക്കാട്ട് നിന്നാണ്. അങ്ങനെ പാണക്കാട്ടിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വിമർശിക്കണം എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് ന്യൂനപക്ഷ വിരുദ്ധമാകുന്നത്? നോക്കൂ, ഒരു ന്യൂനപക്ഷ വിരുദ്ധം നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞ, ജമാഅത്തെ ഇസ്ലാമി നേരത്തെ ഇടപെട്ടുകൊണ്ടിരുന്ന പോലെ അല്ല ഇപ്പം ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയം പറയുന്നത്. നിങ്ങൾ അവരുടെ പത്രം നോക്കൂ, നിങ്ങൾ അവരുടെ ചാനൽ നോക്കൂ. അവർ പറയുന്നത് മട്ടിനൊക്കെ വലിയ വ്യത്യാസമുണ്ട്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ നരഹത്യക്കെതിരെ ഒരു പ്രതികരണവും ആ വാർത്താ ചാനലുകളിലും ഈ പത്രത്തിലും കാണില്ല. അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തുള്ളത് കൊണ്ട് അതിനെ പറയുമ്പം അത് അങ്ങനെയുള്ള ആൾക്കാർ പിടിമുറുക്കാൻ നിപ്പിംഗ് ഫ്രം ദ ബഡ് എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു കാര്യം പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? മുസ്ലിം വിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഒക്കെ എങ്ങനെയാണ് CPMന് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് അങ്ങനെ വോട്ട് ചെയ്യുന്നത്? അവിടെയൊക്കെയാണല്ലോ കൂടുതൽ മുസ്ലിംസ് ഉള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞ് സംഭവിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ വാദങ്ങളെ
ന്യൂനപക്ഷ വിരുദ്ധമാണ്, മുസ്ലിം വിരുദ്ധവാദമാണെന്ന് വ്യക്തമായി പറയുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഓഡിയോ കേൾക്കുകയാണ്, അതിനകത്തൊരു പറയുന്ന ഒരു ഉമ്മയൊക്കെ ചെന്ന് പറയാണ് നമ്മുടെ പള്ളി വിളിക്കാൻ വരുന്നു. ഇതും ഈ സംഭവം നടന്ന സ്ഥലമാണ്, മലപ്പുറത്ത് നടന്നതാണ് ഈ കാര്യം. നമ്മുടെ പള്ളി വിളിക്കാൻ വരുന്നു. ആരാണ് വിളിക്കാൻ വരുന്നത്? നമ്മളാ. അങ്ങനെയുള്ള ദുഷ്പ്രചരണം ഈ നാട്ടിൽ നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള ദുഷ്പ്രചരണം നടന്നിട്ടുണ്ട്. ആരാണ് ഇവിടെ പള്ളി വിളിക്കാൻ പോയത്? അപ്പൊ വോട്ട് പിടിച്ചത് ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നുള്ളത് UDF-ന്റെ വാദമാണ്. അതിന് പുറകെ നമ്മൾ ആരും പോകണ്ട, സ്മൃതി പോലും പോകേണ്ട കാര്യമില്ല. അങ്ങനെ പോകുന്നത് തെറ്റാണ്. കാര്യം ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് CPM-ന്റെ ഏത് നേതാവാണ് പറഞ്ഞത്? പിന്നെ അടുത്ത് വന്ന ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ എല്ലാത്തിന്റെ പുറകെ CPM പോകുന്നില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് ലാൽകുമാർ ഈ അങ്ങ് പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന ആവർത്തിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയിൽ പിടിച്ച് ലീഗിലേക്ക് പോകുന്നത് എത്ര വളഞ്ഞ ബുദ്ധിമുട്ടിയാണ്. ലീഗ് പാണക്കാട് വെച്ചിട്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചാൽ എന്താണ് ഇത്ര കുഴപ്പം? അവരങ്ങ് തീരുമാനിച്ചോട്ടെ, അല്ല എന്താ പ്രശ്നം വരിക? ലീഗ് പാണക്കാട് വെച്ച് അല്ല, മനസ്സിലായില്ല. UDF മൊത്തം ലീഗ് പാണക്കാട് സ്മൃതി, ഞാൻ പറയട്ടെ സ്മൃതിയുടെ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടി. ലീഗ് പാണക്കാട് വെച്ച് നിശ്ചയിച്ച ഏത് സ്ഥാനാർത്ഥിയാ? വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാ. അതാ പ്രശ്നം. ഞാൻ പറഞ്ഞത് ലീഗ് പാണക്കാട് വെച്ച് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിനെ കുറിച്ചല്ല പറഞ്ഞത്. ചീട്ട് എഴുതി കൊടുത്തതിന്, തങ്ങൾ എഴുതി കൊടുത്ത ചീട്ടിനകത്ത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അതറിയാമോ സ്മൃതിക്ക്? അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതെങ്ങനെ വിശദീകരിക്കുന്നത്? നമ്മള് ലീഗിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു. 20, 30, 50, 100 സീറ്റ് UDF-നകത്ത് അവർ ചോദിക്കട്ടെ, പ്രശ്നമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് ഈ പ്രഖ്യാപിച്ചതിന്റെ കൂട്ടത്തിൽ പാണക്കാട് തങ്ങളുടെ കൊടുത്ത് വെൽഫെയർ പാർട്ടിയുടെ ആൾക്കാരോട് ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെ വിശദീകരിക്കുന്നേ? അതിനെ വിശദീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ചെങ്ങാത്തം എന്ന് പറയുന്നത്. അതിനെ വിമർശിക്കുകയല്ല. പിന്നെ അങ്ങനെ അത്രത്തോളം അടുത്ത ചെങ്ങാത്തം വന്ന കാര്യം ഇതിനു മുമ്പുള്ള വിമർശനം അതാണ്. ലീഗ് എന്ന് പറയുന്ന സംവിധാനം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്നുള്ള പ്രവർത്തനം നടത്തുന്നു എന്ന് CPM ആദ്യം വെക്കുമ്പം ആദ്യം വെച്ചു. ആ വാദത്തിന്റെ ഫ്രൂഷനാണ് നിങ്ങൾ കാണുന്നത്. അതിന്റെ മെറ്റീരിയൽ റിഫ്ലക്ഷൻ ആണ് ഈ പറയുന്ന തങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ആ നേരത്തെ പറഞ്ഞ വാദം ശരിയാണെന്നല്ലേ അതുവഴി വരിക? അതിനെ പറയുമ്പോൾ ന്യൂനപക്ഷ വിരുദ്ധമാണ്, മുസ്ലിങ്ങളെല്ലാം കൊല്ലാൻ വരികയാണ്, മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന വാദം വെക്കാൻ UDF-ന് കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് അത് ശരിയാണെന്ന് വിചാരിക്കരുത്, ഞാൻ അതുകൊണ്ട് സ്മൃതിയോട് ചോദിച്ചത്, ഏത് CPIM നേതാവാണ് ഒരു മുസ്ലിം വിരുദ്ധ സ്റ്റേറ്റ്മെന്റ് ഈ സംസ്ഥാനത്ത് പറഞ്ഞത്? പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. വേറെ ആർക്ക് ഞാൻ വഴങ്ങാൻ തയ്യാറല്ല. അങ്ങ് വെള്ളാപ്പള്ളി കൂടി പറയൂ. അങ്ങ് പറഞ്ഞതിൽ UDF മുഴുവൻ നിങ്ങളുടെ ന്യൂനപക്ഷ വിരുദ്ധ പ്രതികരണങ്ങൾ നടത്തിയിട്ടാണോ? അങ്ങനെയാണോ അങ്ങ് പറയുന്നത്? അതിന് മറുപടി പറയണം. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞോളൂ. ഒന്ന് അനിൽ ബോസിന് ഞാൻ വഴങ്ങുന്നില്ല. ആദ്യം അനിൽ ബോസ് ഒന്ന് നിൽക്കുന്നു പറഞ്ഞ് ഞാൻ വഴങ്ങുന്നില്ല. അദ്ദേഹം വലിയൊരു പ്രസംഗം നടത്തി. ഞാൻ 2 പ്രാവശ്യം പ്രസംഗം നടത്തി. ഞാൻ അതിന് വഴങ്ങുന്നില്ല. ഞാൻ പറഞ്ഞതാ, വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യം ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ രാവിലെ തൊട്ട് ഉച്ചയ്ക്കും വൈകുന്നേരം പറയാന്നിരിക്കട്ടെ. അതിനെല്ലാം CPM-ന്റെ കമ്മ്യൂണിറ്റി ഇറക്കാൻ പോവാ? പറയേണ്ട ഒരാവശ്യമില്ല. അതാണ് CPIM എന്ന് പറയുന്ന കേക്ക്. സ്മൃതി വെപ്രാളപ്പെടാതെ ഞാൻ പറയാം. CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് വർഗീയതയുമായി ബന്ധപ്പെട്ട ഒരു നയമുണ്ട്. അത് നാളെ CPIM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ഒരാൾ പറഞ്ഞാൽ അത് തന്നെയാണ് നയം. അതിന് മാറ്റമുണ്ടോ? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഒരാൾ പറയും. ഒരു ഉദാഹരണം നിങ്ങൾ എടുക്കുക. വെള്ളാപ്പള്ളി അങ്ങോട്ട് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ള ഒരാൾ വർഗീയ പരാമർശം നടത്തി. അത് വർഗീയ പരാമർശമാണെന്നുള്ളത് തന്നെയാണ് CPM-ന്റെ നയം. അങ്ങനെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കകത്ത് വെള്ളാപ്പള്ളി SNDP യോഗത്തിന്റെ ആളാണ്. അങ്ങനെ അദ്ദേഹം പലതും പറയും. ഓരോ ദിവസം ഇദ്ദേഹത്തിന് പുറകെ വിസിൽ കൊണ്ട് നടക്കാൻ പോകണോ? അങ്ങനെ നടക്കാൻ പറ്റത്തില്ല. മറുപടി പറയാനായിട്ടുള്ള ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് സ്മൃതി ഞാൻ പറയുന്നേട്ടെ. നിങ്ങൾക്ക് വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കാം. വെള്ളാപ്പള്ളിക്കെതിരെ മറുപടി പറഞ്ഞ കോൺഗ്രസ്സുകാരാരാ? കഴിഞ്ഞ ദിവസം വരെ കേരളത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ലീഗാണ്. കോൺഗ്രസ്സുകാരും മറുപടി പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്മൃതി? കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്ന ഒരു ക്രിമിനൽ സൈലൻസ് ആണ്. നിങ്ങൾ CPM-ന് അട്രിബ്യൂട്ട് ചെയ്യുന്ന അതേ കാര്യം ഞാൻ തിരിച്ച് അട്രിബ്യൂട്ട് ചെയ്യാണ്. കോൺഗ്രസ്സുകാർ ഒറ്റരാൾ വേണ്ടിയിട്ടില്ല, ലീഗുകാരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറയുന്ന കാര്യം VD സതീശൻ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു. വേറെ രമേശ് ചെന്നിത്തല പറയത്തില്ല, ഈ KPCC പ്രസിഡന്റ് പറയത്തില്ല, ആരും മിണ്ടത്തില്ല. പക്ഷെ അതിന്റെ അധിക ബാധ്യത CPM-ന് കൊണ്ട് കൊടുക്കുക. അതങ്ങനെ നോക്കുന്നേ? വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റിനെ തള്ളി ലീഗിന്റെ ആൾക്കാർ വന്നിട്ടുണ്ടോ? ഉണ്ട്. എത്ര കോൺഗ്രസ് നേതാക്കന്മാരുടെ കാര്യം നിങ്ങൾ പറയും? ഞാൻ പറയത്തില്ലെന്ന്. കാര്യം ഈ രാഷ്ട്രീയം ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. പ്രത്യേകിച്ച് സെൻട്രൽ ട്രാവൻകൂറിലോട്ട് വരുന്ന ഒറ്റ കോൺഗ്രസ് നേതാവും പറയത്തില്ല. ഈ പറഞ്ഞ വടക്കോട്ടുള്ള കോൺഗ്രസ് ഇപ്പൊ സിദ്ദിഖോ അങ്ങനെയുള്ള മേലോട്ടുള്ള ആൾക്കാർ പറയും വടക്കോട്ട് SNDP യോഗത്തിനോ അവരുടെ വോട്ട് ബാങ്കിന് വലിയ പ്രസക്തി ഇല്ലെന്നുള്ളത് കൊണ്ട് അവിടെ മിണ്ടും, ഇവിടെ മിണ്ടത്തില്ല. ഞാൻ പറഞ്ഞു ഇങ്ങോട്ടുള്ള ആൾക്കാർ ആരാ മിണ്ടുന്നേ?
അല്ല, ഇങ്ങോട്ടുള്ള അടൂർ പ്രകാശ് SNDP യോഗത്തിന് തള്ളിയെന്ന് പറഞ്ഞേ. ഇങ്ങോട്ടുള്ള അനിൽ ബോസ് പറയുന്നു. അടൂർ പ്രകാശ് SNDP യോഗത്തിനെ ആളെ തള്ളിയിട്ടുണ്ടോ? അടൂർ പ്രകാശ് UDF-ന്റെ കൺവീനർ അല്ലേ? ശരി, അങ്ങ് ഇത്രയും ചോദ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. എനിക്ക് ബ്രേക്കിന് സമയമായതുകൊണ്ടാണ്. അല്ലെ, അത് ആ ചോദ്യം വ്യക്തമാണ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അനിൽ ബോസ് ചോദിക്കാമെന്നേ, സമയമായതുകൊണ്ടാണ്. അല്ല, ഒറ്റ കാര്യം കൂടെ പറയാനുണ്ട്. ബ്രേക്ക് പോട്ടെ. ശരി.